ഇവിടെ ഈ ബില്യണർ തന്റെ ജീവിതം തന്നെ വെറുത്ത് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. തന്റെ ഗൺ കളക്ഷനിൽ നിന്ന് ഒരു ഗൺ എടുത്ത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ രണ്ട് സെർവൻസ് ഗണ്ണ് തുടച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കണ്ടതും അയാൾ തന്റെ തീരുമാനം ഉപേക്ഷിക്കുന്നു. അതിനുശേഷം വീടിന് പുറത്തുള്ള മരത്തിൽ തൂങ്ങി മരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവിടേക്ക് വന്ന പ്രണയ ജോഡികളായ രണ്ട് സെർവൻസ് അയാളെ കാണുന്നു. എന്നാലും അയാൾ തന്റെ തീരുമാനം മാറ്റാതെ വേറൊരു സ്ഥലത്ത് തൂങ്ങാനായി പോകുന്നു. പക്ഷേ ഒരു ഗൺ സൗണ്ട് കേട്ട് അയാൾ താഴെ വീഴുന്നു. നോക്കുമ്പോൾ അവിടെ രണ്ട് സെർവൻസ് ഹണ്ടിങ്ങിനായി വന്നിരിക്കുന്നു. ആക്ച്വലി അയാളുടെ വലിയ എസ്റ്റേറ്റിൽ ഒത്തിരി സെർവൻസ് ഉണ്ട്. അതുകൊണ്ട് ആരും അറിയാതെ മരിക്കുന്നതിനായി തന്റെ ഗാരേജിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു കാറിനകത്ത് കയറിയ അയാൾ കാറിന്റെ പുക അകത്തേക്ക് വരുന്നത് പോലെ സെറ്റ് ചെയ്യുന്നു. പക്ഷെ അപ്പോൾ അയാളുടെ ബട്ട്ലർ അയാളെ കാണുന്നു. പാരന്റ്സ് മരിച്ചതിനു ശേഷം അയാൾക്ക് ആകെയുള്ളത് ആ ബട്ട്ലർ മാത്രമാണ്. സോ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് മരിക്കാൻ അയാൾ തയ്യാറാവുന്നില്ല. അതേസമയം ഇവിടെ നിന്നാൽ തീർച്ചയായും മരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി സൈലന്റ് ആയ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അയാൾ തന്നെ പ്ലാൻ നടത്താൻ തീരുമാനിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കാർ വന്ന് നിൽക്കുന്നു. അതിനകത്ത് നിന്ന് ഒരാൾ ഒരു പണക്കാരനായ ആളെ പുറത്തു കൊണ്ടുവരുന്നു. അതിനുശേഷം അയാളെ കൊക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്ത് ജേക്കബിന്റെ വിഷ്വൽ ബ്ലോക്ക് ആവുന്നു. നോക്കുമ്പോൾ അയാൾ വൈപ്പർ ഓണാക്കുന്നതിനുള്ളിൽ ആ പണക്കാരനെയും കൊണ്ടുപോയ ആൾ വെറും വീൽ ചെയറോടെ വരുന്നു. അത് കണ്ട് ഷോക്കായ ജേക്കബ് വേഗം തന്നെ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ബോഡിയൊന്നും കാണാനില്ല. അതേസമയം ആ സ്ഥലത്ത് നിന്ന് ഒരു കമ്പനിയുടെ പേരുള്ള ചെറിയൊരു ബോക്സ് അയാൾക്ക് കിട്ടുന്നു. അതിനുശേഷം അയാൾ ആ കമ്പനിയുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നയാൾ ഇയാൾ തെറ്റായ സ്ഥലത്തേക്കാണ് വന്നതെന്ന് പറഞ്ഞ് പോകാൻ പറയുന്നു. പക്ഷെ അയാൾ പണക്കാരനാണെന്നറിഞ്ഞ അടുത്ത നിമിഷം തന്നെ അയാളെ മാനേജറിന്റെ അടുത്തേക്ക് അയക്കുന്നു. ആക്ച്വലി ആ കമ്പനിയിലുള്ളവർ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെത്ത് സർവീസ് ഓഫർ ചെയ്യുന്നു. അതിനായി ക്ലയൻസ് തന്നെ സെലക്ട് ചെയ്യാനായി ഒത്തിരി കാറ്റഗറീസും കൊടുക്കുന്നു. അതറിഞ്ഞതും ജേക്കബ് മറ്റൊന്നും ചിന്തിക്കാതെ അവരുടെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നു. അതിനുശേഷം തന്റെ കോഫിൻ സെലക്ട് ചെയ്യാനായി മുകളിലേക്ക് പോയപ്പോൾ തന്നെ പോലെ തന്നെ ജീവിതം അവസാനിപ്പിക്കാൻ വന്ന ലൂസി എന്നൊരു പെണ്ണിനെ മീറ്റ് ചെയ്യുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാവുന്നു. അതിനുശേഷം വീണ്ടും എസ്റ്റേറ്റിലേക്ക് വന്ന ജേക്കബ് അവിടെയുള്ള എല്ലാ സെർവൻസിനും ഒരു വർഷത്തേക്കുള്ള ശമ്പളം കൊടുത്ത് അവിടെ നിന്ന് പോകാൻ പറയുന്നു. എന്നിട്ട് തന്റെ സ്വത്തെല്ലാം ഒരു ട്രസ്റ്റിന് എഴുതി കൊടുത്തിട്ട് മരണത്തിനായി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ടും അയാൾക്കൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ആ കമ്പനിയുടെ മാനേജറിനെ കോൾ ചെയ്ത് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മരണം സർപ്രൈസ് ആയി നിങ്ങളെ തേടി വരും, കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. പെട്ടെന്ന് ലൂസി താമസിച്ചിരുന്ന സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായതായി ന്യൂസിൽ കാണിക്കുന്നു. ആ കമ്പനിയിലുള്ളവരാണ് അത് ചെയ്തതെന്ന് വിചാരിച്ച് ജേക്കബ് വേഗം തന്നെ അവിടേക്ക് പോകുന്നു. പക്ഷെ അവിടെ യാദൃശ്ചികമായി തീപിടുത്തം ഉണ്ടായതാണ്. ലൂസി അവിടെ ജീവനോടെ തന്നെയുണ്ട്. അതറിഞ്ഞതും ജേക്കബിന് ആശ്വാസം തോന്നുന്നു. അതിനുശേഷം രണ്ടുപേരും പതുക്കെ ക്ലോസ് ആവാൻ തുടങ്ങി. മരിക്കണമെന്ന് ആഗ്രഹിച്ച രണ്ടുപേരും പരസ്പരം തുണയാവുന്നു.